സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ കറികളും കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിരിക്കും അല്ലേ ആഗ്രഹിക്കാറ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ. അതായത് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പയ്യെ ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ്. അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു മൂത്ത് വരുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് അതിലേക്ക് ഒരു 3 പച്ചമുളകുണ്ട്, അതും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും എല്ലാം നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിയാക്കിയിട്ട് മാറ്റി വെക്കാം. ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ, വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം അതേ ഇതിലേക്ക് തന്നെ നമുക്ക് പൊടികളെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി 1.5 ടീസ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു വലിയ കഷ്ണം വാളംപുളിയാണ്, അത് കുതിർത്ത വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളമാണ്, അതും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ നല്ലപോലെ ഇരുന്നൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇരുന്ന് തിളച്ച് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇഞ്ചിക്കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.